നമ്മൾ വെറുതെ ഇരിക്കുന്ന മനസ്സിലാണ് എപ്പോഴും ഇത്തരം പണിയില്ലാത്ത മനസ്സ്, അതായത് ഓൾറെഡി എൻഗേജ് അല്ലാത്ത മനസ്സിലാണ് ഇത്തരം നെഗറ്റീവ് തോട്ട്സ് കൂടുതലായിട്ടും സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പണി കഴിഞ്ഞാൽ മറ്റൊരു പണി എപ്പോഴും നമ്മളുടെ മൈൻഡിന് നമ്മൾ കൊടുത്തോണ്ടിരിക്കണം, എപ്പോഴും അതിനെ എൻഗേജ് ആക്കണം. നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ സെൽഫ് അവയർനെസ്സിലാണ്. എന്റെ ഇമോഷൻസ്, എന്റെ തോട്ട്സ്, എന്റെ റെസ്പോൺസ് ഇതൊക്കെ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ടൊരു എനിക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോഴാണ് നമുക്കതിൽ വർക്ക് ചെയ്യാൻ കഴിയുക. അപ്പൊ ഇതിനായിട്ട് നമ്മുടെ തോട്ട്സ് എന്തൊക്കെയാണ് എന്റെ ചിന്തകളിലൂടെ വന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ലാസ്റ്റ് വീക്ക് ഒരു എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെറ്റാ തിങ്കിങ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ ഐഡിയയിലൂടെ ഒരു ദിവസം ഓൾമോസ്റ്റ് 60,000 തോട്ട്സ് നമ്മളുടെ ഉള്ളിലൂടെ പോകുമെന്ന് പറഞ്ഞു. ഇതിൽ എത്ര പെർസെൻറ്റേജ് നമ്മൾ പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ് നൽകുന്ന തോട്ട്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് പ്ലഷർ നൽകുന്ന, സന്തോഷം നൽകുന്ന തോട്ട്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് നോട്ട് ചെയ്യാം. രാവിലെ എഴുന്നേറ്റത് തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ ഇത് നിങ്ങൾക്ക് ഓരോ ദിവസവും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഇന്നത്തെ ദിവസം ഏത് തോട്ടിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു അവയർനെസ്സും കൂടെ കിട്ടും. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള തോട്ട്സിലാണ്, എനിക്ക് വെറീസ് അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടുവരുന്ന തോട്ട്സിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല, ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല തോട്ട്സിലാണ് എന്നെ ഫോക്കസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതിന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഇൻസ്ട്രുമെന്റ് ആണ്, നമ്മുടെ കയ്യിലുള്ള ഒരു സൂപ്പർ ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അത് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള നമ്മളുടെ സമയത്തില് പിന്നെ നമ്മൾ ഏത് തോട്ട്സിനാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത്, ഏതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊടുത്തു. ഇപ്പോൾ നെഗറ്റീവ് തോട്ട്സിലാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ചോ, എനിക്ക് എങ്ങനെ പോസിറ്റീവിലേക്ക് എന്നെ കൊണ്ടുവരാം? നമ്മൾ വെറുതെ ഇരിക്കുന്ന മനസ്സിലാണ് എപ്പോഴും ഇത്തരം പണിയില്ലാത്ത മനസ്സ്, അതായത് ഓൾറെഡി എൻഗേജ് അല്ലാത്ത മനസ്സിലാണ് ഇത്തരം നെഗറ്റീവ് തോട്ട്സ് കൂടുതലായിട്ടും സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പണി കഴിഞ്ഞാൽ മറ്റൊരു പണി എപ്പോഴും നമ്മളുടെ മൈൻഡിന് നമ്മൾ കൊടുത്തോണ്ടിരിക്കണം, എപ്പോഴും അതിനെ എൻഗേജ് ആക്കണം. എങ്കിൽ ഞാൻ ഇന്റൻഷനലി എന്റെ മനസ്സിനെ ചില പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് അല്ലെങ്കിൽ ചില വർക്ക് കൊണ്ട് എൻഗേജ് ആക്കിയിട്ടില്ല എങ്കിൽ, ഒരു പക്ഷേ നമുക്ക് ലൈഫിൽ ഒത്തിരി ചാലഞ്ചസ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വളരെ യൂസ്ലെസ് ആയിട്ടുള്ള, നമുക്കൊരു ഉപകാരം ചെയ്യാത്ത എന്ന ഒത്തിരി സ്ട്രെസ് നൽകുന്ന തോട്ട്സ് അവിടെ കയറി സ്ഥാനം പിടിക്കും. അതുപോലെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മളുടെ എനർജീനെ ലീക്ക് ചെയ്യും, നമുക്ക് നമ്മുടെ മോട്ടിവേഷൻ കുറയും, നമുക്ക് അലസത, ലേസിനെസ് ഉണ്ടാകും, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരു ഹാപ്പിനെസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ എനർജീനെ അത് വളരെയധികം ലോ ആക്കും. അതുപോലെ ചില കമ്പൾസീവ് തിങ്കിങ്, ചില തോട്ട്സ് വീണ്ടും 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 ചില നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അത് ചില അഡിക്ഷനിലേക്ക് നമ്മെ എത്തിക്കും. ഒരുപക്ഷെ ആ തോട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ മൊബൈൽ എടുക്കും, തൽക്കാലം ഒരു റിലാക്സേഷൻ കിട്ടും, അതിനുവേണ്ടി എന്റെ മൊബൈൽ എടുക്കും. ചിലപ്പോൾ റീൽസിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ നല്ല ക്ലാസ് ആയിരിക്കാം കേൾക്കുന്നത്, ഈവൻ ഖുറാൻ ക്ലാസ് ആയിരിക്കാം, അതല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സുകളായിരിക്കാം കേൾക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് 2-3 മണിക്കൂർ അല്ലെങ്കിൽ 1-2 മണിക്കൂർ അവേഴ്സ് കണ്ടിന്യൂസ്ലി നിങ്ങൾ ഇതിങ്ങനെ കേട്ട് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് അതിലെന്തൊക്കെയാണോ പറഞ്ഞത് അത് നിങ്ങളുടെ ഒരു ആക്ഷൻ പ്ലാനിലേക്ക് നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് കൊണ്ടുവന്നില്ല, വെറുതെ ക്ലാസ് കേൾക്കുക മാത്രം ചെയ്തു എങ്കിൽ ചെറിയൊരു ആശ്വാസം, ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങളുടെ ആ ഒരു സമയത്തെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, ഒരു സക്സസിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അതല്ലെങ്കിൽ വേറെ ചിലപ്പോൾ ഉറങ്ങും ചിലർ, അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കും. ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വല്ലാതെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഭക്ഷണം കഴിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ടാവും. അത് തൽക്കാലം നമുക്കൊരു പ്ലഷർ തരും, പക്ഷെ അൾട്ടിമേറ്റ്ലി അത് പെയിൻ ആയിരിക്കാം. ഇപ്പൊ 2 മണിക്കൂറോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൊബൈലിലൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ്, ഇത്രയും സമയം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തല്ലോ എന്നൊരു ഗിൽറ്റി ഫീലിംഗിലേക്കൊക്കെ പോവാം. സോ ഇവിടെ ഈ തോട്ടിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ചോയ്സ് എനിക്കുണ്ട്. അതിന്
അതെ, തോട്ട് എന്റെ മേലെ എന്റെ തോട്ട് നിൽക്കുമ്പോഴാണ് തോട്ട് എന്നെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് എന്റെ തോട്ട്സിനെ, എന്റെ മൈൻഡിനെ ഞാൻ യൂസ് ചെയ്യുന്നത്? എന്റെ മൈൻഡ് എന്നെ മാനേജ് ചെയ്യാനോ അതല്ല ഞാൻ എന്റെ മൈൻഡിനെ മാനേജ് ചെയ്യണോ? മൂപ്പര് പറയുന്നതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ, അതല്ല ഞാൻ അവെയറായി ഓക്കെ ഇതിപ്പോ വേണ്ട വേണ്ട അത് അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്, ഇതാണ് ഇപ്പൊ ചെയ്യേണ്ടത്, ഇങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് ഡയറക്ഷൻ കൊടുക്കുകയാണോ, അതല്ല എന്റെ മൈൻഡ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻസ് ഓട്ടോമാറ്റിക്കലി ഞാൻ അതിങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മള് എന്റെ തോട്ട്സിനെ കുറിച്ച് എനിക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്റെ മൈൻഡിന്റെ മുകളിൽ എനിക്ക് നിൽക്കാൻ പറ്റും, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആ തോട്ട്സിന് എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് അതിന് ആവശ്യമില്ലാത്ത യൂസ്ലെസ് ആയിട്ടുള്ള തോട്ട്സ് ആണെങ്കിൽ ഞാൻ അതിനെ എനർജൈസ് ചെയ്യില്ല, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യൂല. അതല്ലെങ്കിൽ ആ തോട്ട് പറഞ്ഞതിനനുസരിച്ചിട്ട് ഞാൻ പോവില്ല, ഞാൻ അനുസരിക്കൂല. അതുകൊണ്ട് തന്നെ എന്റെ തോട്ട്സിന്റെ മേലെ എനിക്കൊരു പവർ ഉണ്ടാവും. നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാവുമ്പോൾ തന്നെ നമുക്കൊരു പവർ കിട്ടും. അപ്പൊ ആവശ്യമുള്ളതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുള്ളൂ, ആവശ്യമില്ലാത്ത തോട്ട്സിനെ നമ്മൾ എന്ത് ചെയ്യില്ല, സ്ട്രെങ്തൻ ചെയ്യൂല. പിന്നെ പിന്നെ അതങ്ങ് വീക്കായി പോകും. പിന്നെ നമ്മൾ എത്രത്തോളം നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ്ലി എൻഗേജ് ആക്കുന്നോ, എത്രത്തോളം പണി കൊടുക്കുന്നോ, അതുപോലെ ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്ക് ഒക്കെ നമ്മൾ എത്ര ഫോക്കസ് ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് പിന്നീട് മൈൻഡ് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്.